വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മന്തിയാണ്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്ത് മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മല്ലി, ഉണക്കമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ചിക്കൻ മസാല, പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരു ഉണക്ക നാരങ്ങയും ഒരു മാഗി ക്യൂബും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. വലിയ പീസ് ചിക്കൻ ആയതുകൊണ്ട് അഴുക്കൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കഴുകി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന പൗഡറും അതിലേക്ക് ഒരു മാഗി ക്യൂബും ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും ഇട്ടിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു ഇച്ചിരി നേരം വെച്ചിട്ട് നമുക്ക് 1-2 സവോള ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. ക്യാപ്സിക്കം ഉള്ളവർക്ക് അതും കൂടി ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ്റെ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ചിക്കൻ നല്ലപോലെ വെന്ത് വന്നോളും. അപ്പോൾ ചിക്കൻ വേവുന്ന നേരത്തിന് നമുക്ക് അരി വേവിക്കാൻ വയ്ക്കാം. നമ്മളിവിടെ മന്തി റൈസാണ് എടുത്തിരിക്കുന്നത്. സെല റൈസ് അല്ല, നോർമൽ റൈസാണ്. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ ഒരു 1/4 ഭാഗം വേവുന്ന രീതിയിലൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്കത് ഊറ്റിയെടുക്കാം. വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം, കാരണം നമ്മൾ ദമ്മിടല്ലേ. അപ്പോൾ ഊറ്റിയെടുത്തിട്ട് നമ്മൾ വെന്ത് വന്ന ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ആ വെന്ത് വന്ന ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ റൈസ് ഇട്ടിട്ട് ലാസ്റ്റായിട്ട് ഒരു ചെറിയ കനലിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് അതുകൂടി ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്തിന് നമുക്ക് മയണൈസും റെഡിയാക്കി ഇതിന് വേണ്ടുന്ന ടാക്കോസ് എന്നറിയപ്പെടുന്ന മന്തി സോസും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് വേണമെന്നൊരു കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.